നിക്ഷേപം തിരികെ നൽകാത്തതിൽ മനം നൊന്ത് കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ചു. കട്ടപ്പന മുളങ്ങാശ്ശേരി സ്വദേശി സാബുവാണ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപ തുക തിരികെ ചോദിക്കാനെത്തിയ തന്നോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന് ആരോപിക്കുന്ന സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു. ബാക്കി 25 ലാഖോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് അറിവ്. അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള പെങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈസ പ്രാവശ്യം തിരിച്ച് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു. പൈസ ഡിപ്പോസിറ്റ് പൈസ തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെങ്ങൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യൂട്രസ് റിമൂവലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ബാങ്കിൽ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കം എന്തെന്നുള്ളത് ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ മകനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. +2 പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പപ്പ ഭയങ്കര വിഷമത്തിലാവുന്നത്. ബാങ്കുകാർ പുള്ളിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൻ എന്നോട് പറഞ്ഞ വഴി. രാത്രിയിൽ നീ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ട്, നിനക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കട്ടപ്പനയിൽ തന്നെ ചെറുകിട വ്യാപാരം നടത്തുകയായിരുന്നു മരിച്ച സാബു. നിക്ഷേപകന്റെ ആത്മഹത്യയെ തുടർന്ന് ബാങ്കിന് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചു. ഇനി CPM-ന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്. ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. ഈ രൂപത്തിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി മൂടി വെക്കാനുള്ള ശ്രമിച്ചു. ഈ നാട്ടിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സാമ്പത്തികം മുഴുവനുമായി തന്നെ CPM നേതാക്കന്മാർ ഇവിടുന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി അടിച്ചുവിട്ടു പോകുന്ന ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട സാബുചേട്ടൻ പള്ളിക്കവരയിൽ കളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം സാമ്പത്തികം ആവശ്യപ്പെട്ടപ്പോൾ ഈ ഏരിയ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള മാനദണ്ഡ സംവിധാനങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൽ മറന്നുകൊണ്ടാണ് അവിടെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഏറെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കട്ടപ്പനയിൽ ഉണ്ടായത്. ഒരു നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൽ മനംനൊന്ത് ഒരു വ്യാപാരി ജീവനൊടുക്കുന്ന അവസ്ഥ, വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? ഇത് മനസ്സിലാക്കുന്നതനുസരിച്ച്, ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് CPM നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. ഈ സാബുവിന് ലഭിക്കാനുണ്ടായിരുന്ന 25 ലക്ഷം 30 ലക്ഷത്തോളം രൂപയായിരുന്നു. ഇത് പലപ്പോഴും ചോദിച്ചിട്ടും, ഈ പണം ചോദിച്ചിട്ടും തിരികെ കിട്ടിയില്ല. മറ്റു പോം വഴിയൊന്നും ഇല്ലായിരുന്നോ? അതായത് ഏതവസ്ഥയിലാണ് സാബു ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യക്കുറിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ പ്രിൻസ്? ടോം, നിലവിൽ ഇപ്പോഴും കട്ടപ്പനയിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഹർത്താൽ തുടരുന്നു. കോൺഗ്രസും BJP-യും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. ഭാഗികമായാണ് ഹർത്താൽ, കാരണം മിന്നൽ ഹർത്താലായതിനാൽ വലിയ തോതിലുള്ള വാഹന തടയങ്ങളോ അങ്ങനെയുള്ള നടപടികളില്ല. എങ്കിൽ പോലും ഈ ബാങ്കിന് മുമ്പിലുള്ള പ്രതിഷേധമൊക്കെ തുടരുകയാണ്. എന്തായാലും നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വിട്ടു നൽകാൻ ഈ സമരക്കാർ തയ്യാറായിട്ടുണ്ട്. സമരക്കാരും പോലീസും ബന്ധുക്കളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇത്തരത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കൾ പറയുന്നത് കാര്യം, പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഈ കുറ്റക്കാരായ ബാങ്ക് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കാതെ പ്രതിഷേധം തുടരുമെന്നാണ് ബന്ധുക്കളൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം സമരക്കാരും അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് കട്ടപ്പന മേഖലയിൽ ഉയരുന്നത്. 25 ലക്ഷത്തോളം രൂപ ഈ വ്യാപാരിയായ ചെറുകിട വ്യാപാരം നടത്തുന്ന കട്ടപ്പന പള്ളിക്കവലയിലാണ് വെറൈറ്റി ലേഡീസ് സെന്റർ എന്ന പേരിൽ ഒരു ചെറുകിട വ്യാപാര സ്ഥാപനം നടത്തുകയായിരുന്നു ഈ സാബു. ഈ ഇവിടെ ബാങ്കിൽ 25 ലക്ഷത്തോളം രൂപ, 30 ലക്ഷത്തിലധികം രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 25 ലക്ഷത്തോളം രൂപ ഇയാൾക്ക് കിട്ടാറുണ്ടെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. പലതവണ ഈ തുക തിരികെ ആവശ്യപ്പെട്ടു, എന്നാൽ അതിനൊരു തീരുമാനമുണ്ടായില്ല. ഗഡുക്കളായി നൽകാം എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ പോലും അത് കൃത്യമായി ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ തുകയുടെ പലിശയും ലഭിക്കുന്നില്ലായിരുന്നു. ഉയർന്ന പലിശയൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ സാധാരണക്കാരനായ വ്യാപാരികളുടെ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഈ സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ചത്. എന്തായാലും ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ നിക്ഷേപ തുക മടക്കി കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും തുകയോ പലിശയോ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കി ഇവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. സാബുവിന്റെ ഭാര്യയുടെ ചികിത്സയും ആവശ്യപ്പെട്ട വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. നിലവിൽ ഇവർ തൊടുപുഴ ആശുപത്രിയിൽ ചികിത്സ
ചികിത്സയിലാണ്. ഇവരെ ഡിസ്ചാർജ് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി വലിയ തുക ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാബു കഴിഞ്ഞ ദിവസം അതായത് പ്രിൻസ് ഈ ഭാര്യയുടെ ചികിത്സാർത്ഥം വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ പണം ആവശ്യപ്പെട്ടാണോ, അതായത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം ആവശ്യപ്പെട്ടാണോ ബാങ്കിനെ സമീപിച്ചത്? എന്തായിരുന്നു ബാങ്ക് അധികൃതർ മരിച്ച സാബുവിന് നൽകിയ മറുപടി? ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ജീവനക്കാർ മോശമായി പെരുമാറി എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. ടോം, തീർച്ചയായും നിലവിൽ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിനടക്കമുള്ള തുക ഇയാൾക്ക് ആവശ്യമായി വന്നു, വലിയ തുക ആവശ്യമായി വന്നു. ഈ തുക അടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടാണ്, കൂടുതൽ തുക ആവശ്യപ്പെട്ടാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഈ സൊസൈറ്റിയിലെത്തിയത്. എന്നാൽ ജീവനക്കാർ വളരെ മോശമായി പെരുമാറുകയും ഇയാൾക്കെതിരെ സാബുവിനെതിരെ കേസ് കൊടുക്കുമെന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ബാങ്കിൽ നിന്ന് പ്രതിസന്ധി സൃഷ്ടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് കേസ് നൽകുമെന്നൊക്കെ പറഞ്ഞെന്നും ഒപ്പം ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നുമൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് മകനുമായി സംസാരിച്ചിരുന്നതും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും ഒക്കെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അപ്പം ബന്ധുക്കളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ സൊസൈറ്റിയുടെ സമീപത്തെത്തിയ സാബു ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദമായി വിശദീകരിക്കുകയും തനിക്ക് ഉണ്ടായ മാനഹാനിയും ഒക്കെ വിശദീകരിക്കുകയും ശേഷമാണ് ജീവനൊടുക്കിയത്. എന്തായാലും ജീവനക്കാരെയും സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തനിക്ക് പണം നിക്ഷേപിച്ച് തനിക്ക് മാനഹാനി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്യുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പോലും ഈ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ മാനഹാനി ഒരു സാഹചര്യം കൂടി. പ്രിൻസ്, ഈ ബാങ്കില് CPM നിയന്ത്രിക്കുന്ന ഈ ബാങ്കില് വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? സാബുവിന് മാത്രമല്ല, മറ്റേതെങ്കിലും നിക്ഷേപകർക്ക് ഇതേ രീതിയിൽ പണം തിരികെ നൽകാനുണ്ടോ പ്രിൻസ്? ടോം, തീർച്ചയായും വലിയ തോതിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സൊസൈറ്റി മുൻപോട്ട് പോകുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതാനും വർഷങ്ങളായി സൊസൈറ്റി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. ആളുകൾക്ക് കൃത്യമായ തുക തിരികെ കൊടുത്തിരുന്നില്ല. എന്നാൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ആളുകളുമായി ചർച്ച ചെയ്യുകയും ഘട്ടം ഘട്ടമായി ഒക്കെ തുക നൽകാമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ആളുകൾക്ക് ആവശ്യക്കാർക്ക് പണം കൃത്യമായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സാബുവിനെ പോലുള്ള വലിയ തുക നിക്ഷേപിച്ചവർക്കൊന്നും കൃത്യമായൊരു തുക ഗഡുക്കളായി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതുപോലും കിട്ടാതെ വന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. എന്നാൽ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നൽകാനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 3-4 വർഷമായി ഇവിടെ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും അനാവശ്യമായി ജീവനക്കാരെ നിയമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2 CPM അനുഭാവികളായ 2 പേരെ കഴിഞ്ഞിടയ്ക്കൊക്കെ പുതിയതായി നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെന്ന് പോലും BJP അടക്കം ആരോപിക്കുന്നു. കാരണം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് പുതിയ നിയമനം ഒക്കെ ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കണം എന്നൊക്കെ BJP പ്രവർത്തകരൊക്കെ ആരോപിക്കുന്നുണ്ട്. എന്തായാലും 3 വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിന്റെ ഭരണത്തിലായിരുന്ന ബാങ്ക് CPM പിടിച്ചെടുക്കുന്നത്. തുടർന്നാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് വന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് കട്ടപ്പന മേഖലയിൽ ഉയരുന്നത്. കാരണം വ്യാപാരികളടക്കം പ്രതിഷേധ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കട്ടപ്പനയിൽ നിരവധി വ്യാപാരികൾക്കൊക്കെ ചെറുകിട വ്യാപാരികൾക്കൊക്കെ നിക്ഷേപമുള്ള സൊസൈറ്റി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെല്ലാം വലിയ ആശങ്കയിൽ കൂടിയാണ്. തങ്ങളുടെ എല്ലാം നിക്ഷേപം ഈ സൊസൈറ്റി ഉള്ളതിനാൽ തന്നെ ഈ പണത്തിന്റെയൊക്കെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് അവർക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. പലരുടെയും ജീവിതകാലം മുഴുവൻ കൊണ്ട് സമ്പാദിച്ച തുകയൊക്കെയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. സാബുവിനെ പോലെ ചെറുകിട കച്ചവടക്കാരുടെ ആണ് കൂടുതലായി. ചെറുകിട കൊച്ചുകിടക്കാരും തൊഴിലാളികളും ഒക്കെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗവും. സാബു വളരെ ചെറിയൊരു സ്ഥാപനം കട്ടപ്പന പള്ളിക്കവറിൽ നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ വലിയ തോതിലുള്ള വരുമാനമൊന്നും ഇല്ലെങ്കിൽ പോലും കൃത്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ചെറുകിട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. വെറൈറ്റി ലേഡീസ് സെന്ററിന്റെ പേരിലാണ്. വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. നിക്ഷേപ തുക തിരികെ നൽകാത്തതിന്റെ മനംനൊന്താണ് നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കിയത്.